തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതി സുഗാന്ത് സുരേഷിന്റെ അച്ഛന്റെയും അമ്മയുടെയും മൊഴി ഇന്ന് രേഖപ്പെടുത്തും. പേട്ട പോലീസാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. എടപ്പാൾ സ്വദേശി സുരേഷ്, ഗീത എന്നിവർ ഇന്നലെയാണ് ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. നിലവിലെ കേസിൽ ഇരുവരും പ്രതികളല്ല. സുഗാന്തിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ഈ സുഗാന്തിനെ, IB ഉദ്യോഗസ്ഥനായിരുന്ന സുഗാന്തിനെ പ്രതി ചേർത്ത് തൊട്ടു പിന്നാലെയാണ് കുടുംബസമേതം അവർ ഒളിവിൽ പോയത്. ആഴ്ചകൾക്ക് ശേഷം മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നു. സുഗാന്തിനെ കുറിച്ച് ഒരു സൂചനയുമില്ല. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ, സൂചനകൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? സുഗാന്ത് എവിടെയെന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ മാതാപിതാക്കൾക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം ഈ സംഭവം ഉണ്ടായി, അത് വിവാദമായതിന് പിന്നാലെ കുടുംബമാണ് 2 ദിവസങ്ങൾക്ക് ഇപ്പുറം, അതായത് മാർച്ച് അവസാന വാരത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ 2 ദിവസത്തിനപ്പുറമാണ് സുഗാന്ത് സുരേഷിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മരിച്ച IB ഉദ്യോഗസ്ഥയുടെ പിതാവ് തന്നെ രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. ആരോപണം തന്നിലേക്ക് നീളുന്നുവെന്ന് മനസ്സിലാക്കിയ സുഗാന്ത് കുടുംബസമേതം എടപ്പാളിലെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് പോലീസിന് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പലതവണ സുഗാന്തിനെയും കുടുംബാംഗങ്ങളെയും തേടി അന്വേഷണ സംഘം ഈ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും ഒരിക്കൽ പോലും അവരുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും അവർക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടായില്ല. ബന്ധുവീടുകളിലടക്കം തൃശ്ശൂരിലെ ഉൾപ്പെടെ അവരുടെ ബന്ധുവീടുകളുണ്ട്, മലപ്പുറത്തുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ വ്യാപകമായ പരിശോധനയാണ് 2 സംഘങ്ങളായി ചേർന്ന് പേട്ടയിൽ നിന്നുള്ള പോലീസ് സംഘം നടത്തിയത്. അതിനോടൊപ്പമായിരുന്നു ഈ മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ അവസാനമായി കാണിച്ച ചെന്നൈയിലും പോണ്ടിച്ചേരിയിലും ഉൾപ്പെടെ അന്വേഷണ സംഘം എത്തി. ആഴ്ചകളോളം അവിടെ താമസിച്ചുകൊണ്ട് പരിശോധന നടത്തി. പക്ഷേ ഒരു തുമ്പും സുഗാന്ത് സുരേഷിനെ സംബന്ധിച്ച് കിട്ടിയില്ല. അതിനിടയിലാണ് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നുണ്ട് ഈ കുടുംബം എന്നൊരു സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൂടി പോലീസിൻ്റെ അന്വേഷണം വ്യാപിപ്പിച്ചത്. അത്തരം നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി സുഗാന്ത് സുരേഷിന്റെ പിതാവ് സുരേഷും മാതാവ് ഗീതയും കീഴടങ്ങുകയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചാവക്കാട് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരോട് പങ്കുവെക്കുകയും ചെയ്തത്. ഈ കുടുംബത്തിൽ ഒരു നാണക്കേടുണ്ടാകുന്ന സാഹചര്യം, അതോടൊപ്പം മകൻ ചെയ്ത തെറ്റിലുള്ള പശ്ചാത്താപം, അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്ര ദർശനങ്ങൾക്ക് വേണ്ടി ഈ അവസരം തിരഞ്ഞെടുത്തതെന്ന് ഈ കുടുംബം പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് സുഗാന്ത് സുരേഷ് എവിടെയാണ് എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ഈ മാതാപിതാക്കൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സുഗാന്ത് സുരേഷിനെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ് എന്ന് പോലീസ് പറയുമ്പോഴും ഏത് തരത്തിലായിരിക്കും ഇനി തുടർ നീക്കങ്ങൾ എന്നാണ് അറിയാനുള്ളത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുഗാന്ത് പറയുന്നത് ഈ കുടുംബത്തിൻ്റെ സമ്മർദ്ദം മൂലമാണ് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്യാൻ ഇടയായത് എന്നാണ്. അതിനപ്പുറത്തേക്ക് തനിക്കതുമായി ഒരു പങ്കുമില്ല. കുടുംബം തന്നെ വിവാഹം ചെയ്യുന്നതിൽ നിന്ന് ഈ പെൺകുട്ടിയെ വിലക്കിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ മാനസിക സമ്മർദ്ദം സഹിക്കവയ്യാതെയാണ് യുവതി ആത്മഹത്യ എന്ന ഒരു പോംവഴി തിരഞ്ഞെടുത്തത് എന്നൊക്കെയാണ് സുഗാന്ത് സുരേഷിൻ്റെ ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നത്. ഈ കുടുംബത്തിന് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രേരണ കുറ്റം ചുമത്താവുന്ന തരത്തിലുള്ള ഒരു കുറ്റങ്ങളും ഈ മാതാപിതാക്കൾക്കെതിരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല ഈ യുവതിയുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങൾക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നില്ല. സുഗാന്തിനെതിരെ മാത്രമായിരുന്നു ഗുരുതരമായ വെളിപ്പെടുത്തൽ. സാമ്പത്തികമായും ശാരീരികമായും മകളെ ചൂഷണം ചെയ്തുവെന്നാണ്, 24 വയസ്സുള്ള തൻ്റെ മകളെ ചൂഷണം ചെയ്തെന്നാണ് പത്തനംതിട്ട സ്വദേശിയായ IB ഉദ്യോഗസ്ഥയുടെ പിതാവ് മാധ്യമങ്ങളോടടക്കം വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം സുഗാന്ത് സുരേഷിന് വേണ്ടി തുടരുന്നതിനിടയിലാണ് നാടകീയമായി ഇന്നലെ മാതാപിതാക്കൾ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി അറിയാവുന്ന കാര്യങ്ങൾ അവരോട് വിശദീകരിച്ചിരിക്കുന്നു. തീർച്ചയായും ഡാൻ, ഈ സുഗാന്തിനെതിരെ ഈ IB ഉദ്യോഗസ്ഥയുടെ കുടുംബം പോലീസിൽ ചില നിർണായകമായിട്ടുള്ള തെളിവുകളടക്കം കൈമാറിയതാണ്. അതേ തുടർന്നാണ് ഇയാളെ പ്രതി ചേർത്തത്. പക്ഷേ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് ആഴ്ചകൾ പിന്നിടുമ്പോഴും യാതൊരു സൂചനയുമില്ലാത്തത് പോലീസിന് തന്നെ വലിയ തിരിച്ചടിയാണ്. അതിനിടെയാണ് പേട്ട പോലീസ് ഈ മലപ്പുറം എടപ്പാളിലെ വീട്ടിലെത്തി ലുക്കൌട്ട് നോട്ടീസ് പതിപ്പിക്കുന്നു. അതിന് തൊട്ട് ഒരു ദിവസം മണിക്കൂറുകൾക്ക് പിന്നാലെ തന്നെ സുഗാന്തിന്റെ മാതാപിതാക്കൾ കീഴടങ്ങുകയും ചെയ്യുന്നു. ഇയാൾ രാജ്യം വിടാനുള്ള സാധ്യതയുണ്ടോ, അതോ ഇന്ത്യയിൽ തന്നെ ഇവരുടെ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പോലീസ് സങ്കേതത്തിലോ ആകാമെന്നാണോ പോലീസിന്റെ ഒരു നിഗമനം?
കുന്നംകുളത്തും അതോടൊപ്പം തന്നെ മലപ്പുറത്തുമുള്ള ബന്ധുവീടുകളിൽ ഉൾപ്പെടെ വിശദമായ പരിശോധനയാണ് പോലീസ് സുഗാന്തിന് വേണ്ടി നടത്തിയത്. പക്ഷേ പലതവണ പരിശോധന നടത്തിയിട്ടും സുഗാന്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ബന്ധുവീട്ടിൽ ഈ മാതൃ സഹോദരന്റെ വീട്ടിൽ സുഗാന്ത് ഉണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസൊക്കെ അവിടേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് സുഗാന്തും കുടുംബാംഗങ്ങളും അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് കൂടി അന്വേഷണ സംഘത്തിന് ചില സൂചനകൾ ലഭിച്ചിരുന്നു. അങ്ങനെയാണ് പോലീസ് പിന്നീട് ഇയാൾ എത്താനിടയുള്ള സ്ഥലങ്ങൾ, സുഹൃത്തുക്കൾ ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ അന്വേഷണം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിശദീകരണം, ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാനായി പോലീസിന്റെ അന്വേഷണം നടത്തി 2 ദിവസത്തിനകത്ത് ഒരു തരത്തിലുള്ള സൂചനകളും ഈ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവം എന്താണ് എന്നതിനെ സംബന്ധിച്ച സൂചനകളൊന്നും ഈ കുടുംബാംഗങ്ങൾ നൽകിയിരുന്നില്ല. ഒരുപക്ഷെ മാനസികമായി മകളുടെ മരണം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നതിനാൽ അത്തരം വെളിപ്പെടുത്തലുകളിലേക്ക് കുടുംബാംഗങ്ങൾ കടക്കാതെ ഇരുന്നതാകാമെന്നാണ് അവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ആ സമയം വിദഗ്ധമായി സുഗാന്ത് ഉപയോഗിച്ചു. തന്നിലേക്ക് ആരോപണത്തിന്റെ മുന നീളുന്നതിന് മുമ്പ് തന്നെ വളരെ സുരക്ഷിതമായ ഒരു ദൂരത്തേക്ക് സുഗാന്തിനെ മാറാൻ കഴിഞ്ഞു. അതാണ് ഇത്രയധികം ആഴ്ചകൾ പിന്നിട്ടിട്ടും സുഗാന്തിനെ പിടികൂടാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, സമർത്ഥനായ ഒരു IB ഉദ്യോഗസ്ഥനായിരുന്നു സുഗാന്ത്. സിവിൽ സർവീസിന്റെ പ്രിലിമിനറി പരീക്ഷ പാസ്സായി മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സുഗാന്ത്. അങ്ങനെ ഒരാൾക്ക് പോലീസിന്റെ കണ്ണുവെട്ടിച്ച്, IB ഉദ്യോഗസ്ഥരൊക്കെ കണ്ണുവെട്ടിച്ച്, മൊബൈൽ ഫോണുകളൊന്നും ഉപയോഗിക്കാതെ സുരക്ഷിതമായ ഒരു ഒളിയിടത്തിൽ ഇത്രയധികം ആഴ്ചകൾ കഴിയാൻ പറ്റുന്നു എന്നത് തന്നെ അന്വേഷണ സംഘം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി കൂടിയാണ്. എന്തായാലും സുഗാന്തിനെ വൈകാതെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും പരിശോധനകൾ ഊർജിതമായി സംസ്ഥാനത്തിനകത്തും പുറത്തും പുരോഗമിക്കുന്നത്. പക്ഷേ രാജ്യം വിടാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ് നിലവിൽ അന്വേഷണ സംഘം നൽകുന്ന സൂചനകൾ. യെസ്, വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഡാൻ സൂചിപ്പിച്ചതുപോലെ രാജ്യം വിടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇതുവരെയും ഈ ആഴ്ചകൾ പിന്നിടുമ്പോഴും പ്രതി സുഗാന്തിനെ പിടികൂടാൻ കഴിയാത്തത് അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. പക്ഷെ എന്തായാലും സുഗാന്തിൻ്റെ മാതാപിതാക്കൾ പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട്. ഈ സുഗാന്ത് ഒളിവിൽ പോയത് അവരുടെ അറിവോടെയാണോ, ഇനി ഒളിവിലുള്ളത് വിവരങ്ങളൊക്കെ ഇവർക്ക് അറിവുള്ളതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും പരിശോധിക്കേണ്ടത് തന്നെയാണ്.